ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലബോറട്ടറി ട്യൂട്ടർ. അപ്പോൾ ഇന്ന് നമ്മുടെ ആൻറ്റികോയാഗുലൻറ്റ് സീരീസിലെ 4th വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സിട്രേറ്റ് എന്ന് പറയുന്ന ആൻറ്റികോയാഗുലൻറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഒരുപാട് സംസാരിച്ച് സമയം കളയേണ്ട, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. Citrates. It is not used for doing blood cell count, hemoglobin estimation as it causes dilution of blood. അതായത് സിട്രേറ്റ് എന്നത് ഒരു ആൻറ്റികോയാഗുലൻ്റ് ആണ്. അത് രക്തം കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന ഒരു കെമിക്കൽ കണ്ടൻ്റാണ് സിട്രേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ബ്ലഡ് സെൽ കൗണ്ട് അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാറില്ല. കാരണം ഇത് രക്തം ഡയല്യൂട്ട് ചെയ്യാൻ കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഈ സെൽ കൗണ്ട് അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യത്തില്ല. സിട്രേറ്റിൽ വരുന്നതാണ് ട്രൈസോഡിയം സിട്രേറ്റ്. 3.8% ട്രൈസോഡിയം സിട്രേറ്റ് ഈസ് യൂസ്ഡ് ഫോർ ESR ബൈ വെസ്റ്റർഗ്രൻ മെത്തേഡ്. അതായത് 3.8% സൊല്യൂഷൻ 3.8 ഗ്രാം ഇൻ 100 ml. ഇത് ESR അഥവാ എറിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ് മെഷർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് വെസ്റ്റർഗ്രൻ മെത്തേഡ് വഴി ESR മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. 3.2% സൊല്യൂഷൻ ഈസ് യൂസ്ഡ് ഫോർ പ്രോത്രോംബിൻ ടൈം ആൻഡ് അതർ പ്ലാസ്മ കൊയാഗുലേഷൻ ടെസ്റ്റ്. 3.2% സൊല്യൂഷൻ ഇത് പ്രോത്രോംബിൻ ടൈം അതായത് PT ടെസ്റ്റിനും മറ്റ് പ്ലാസ്മ കൊയാഗുലേഷൻ ടെസ്റ്റിനുമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ റേഷ്യോ നോക്കാം. ഫോർ കൊയാഗുലേഷൻ സ്റ്റഡി 1 വോളിയം ഓഫ് 3.2% സൊല്യൂഷൻ ഈസ് മിക്സ്ഡ് വിത്ത് 9 വോളിയം ഓഫ് ബ്ലഡ് ആണ് കേട്ടോ. അത് ഒരു മിസ്റ്റേക്ക് വന്നതാണ്. 1:9 റേഷ്യോ ആണ് നമ്മൾ കൊയാഗുലേഷൻ സ്റ്റഡീസിന് എടുക്കുന്നത്. ഇനി ESR എസ്റ്റിമേഷന് വേണ്ടിയിട്ടാണെങ്കിൽ 1 വോളിയം ഓഫ് സൊല്യൂഷൻ ഈസ് മിക്സ്ഡ് വിത്ത് 4 വോളിയം ഓഫ് ബ്ലഡ്, അതായത് 1:4 റേഷ്യോ ആണ്. ESR എസ്റ്റിമേഷൻ ചെയ്യുമ്പോൾ ഒരു ഭാഗം 3.8% സോഡിയം സിട്രേറ്റ് 4 ഭാഗം ബ്ലഡുമായിട്ട് മിക്സ് ചെയ്ത് 1:4 റേഷ്യോയും, കൊയാഗുലേഷൻ സ്റ്റഡി ആണെങ്കിൽ ഒരു ഭാഗം സോഡിയം സിട്രേറ്റ് സൊല്യൂഷൻ 9 വോളിയം ബ്ലഡുമായിട്ട് മിക്സ് ചെയ്തിട്ട് എത്രയാണ് 1:9 റേഷ്യോ ആണ് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ സെൽ കൗണ്ട്, PCV, ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ ബിക്കോസ് ഇറ്റ് കോസ് ഡൈല്യൂഷൻ. അതായത് ഇതിൻ്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് സെൽ കൗണ്ട്, PCV, ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ എന്നിവയ്ക്കൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് രക്തത്തെ ഡൈല്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഈ പറയുന്ന ടെസ്റ്റുകൾക്കൊന്നും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ചുരുക്കി പറഞ്ഞാൽ സിട്രേറ്റ് രക്തം കട്ട പിടിക്കാതെ നോക്കുന്ന ഒരു ആൻറ്റികോയാഗുലൻ്റ് ആണ്. പക്ഷേ രക്തം ഡൈല്യൂട്ട് ആക്കുന്നതിനാൽ ചില ടെസ്റ്റുകൾക്കൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് സിട്രേറ്റ് എന്ന് പറയുന്ന ഒരു ആൻറ്റികോയാഗുലനെ പറ്റിയിട്ട് പറയാനുള്ളത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.